നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പ്രണയബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ സെക്സിലേക്ക് പോകുന്നതാണ്. സെക്സ് എന്ന് പറയുമ്പോൾ ഒരു കോമൺ ആയി കഴിഞ്ഞു. പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് സെക്സ്. പക്ഷേ ഈ സെക്സ് എന്ന് പറയുന്നതിൽ തന്നെ വളരെയധികം ഒരു പ്രണയത്തിൻ്റെ ഒരു ഇതിനേക്കാൾ കൂടുതൽ കാമം മാത്രമായിട്ട് അല്ലെങ്കിൽ സെക്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ബന്ധങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ചില ആളുകളുടെ ഒരു വിചാരം ഈ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധം വളരെ നല്ലതായി. എനിക്ക് വന്നൊരു കേസ് ഞാൻ പറയാട്ടോ. ഒരു രണ്ടുപേരുടെയും മനസ്ഥിതിയാണ് പറയുന്നത്, പുരുഷൻ്റെയും സ്ത്രീയുടെയും മനസ്ഥിതിയാണ് പറയുന്നത്. മാഡം, ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞു. ആ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായ സ്ഥിതിക്ക് അവൾക്കിനി വേറൊരാളേനെ വിവാഹം കഴിക്കാനോ അങ്ങനെ ഒരു ആളെല്ലോ ഹാപ്പി ആവാനോ പറ്റുമോ? കാരണം ഞാനല്ലേ ഫസ്റ്റ് സെക്സ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ അവളിനി വേറൊരാളിലേക്ക് അവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു സെക്ഷൽ ഫീലിങ്സ് മുഴുവൻ ഞാൻ അവൾക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കേട്ടിരിക്കുന്ന ഒരു പെണ്ണിന് ഒരാണിൽ നിന്ന് അത്രയും സെക്ഷൽ ഫീലിങ്സ് കിട്ടുകയാണെങ്കിൽ ആ പെണ്ണ് വേറൊരാളുടെ അടുത്തേക്കും പോവില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി. എന്നിട്ട് എന്തുണ്ടായി? പക്ഷേ ഇപ്പോൾ അവൾ എന്നുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുകയാണ്. അവൾക്ക് എങ്ങനെയാണ് മാഡം ഇത്ര ഈസി ആയിട്ട് വേറൊരാളിലേക്ക് പോകാൻ പറ്റുന്നത്? എനിക്കത് ഓക്കെ, എനിക്ക് ഒട്ടും വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. അവൾക്ക് ഈ സെക്സ് ചെയ്തത് അവൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അവിടെ സെക്സ് ചെയ്തത് മറക്കാൻ പറ്റുമോ? അവർ തമ്മിലുള്ള പ്രണയം, ബാക്കിയുള്ള ഇൻറ്റിമസി, ബാക്കിയുള്ളതിനൊന്നും അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ഈ ആൾ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള സെക്സ് ചെയ്തത് എങ്ങനെ മറക്കാൻ പറ്റുമോ എന്നുള്ള മട്ടിലാണ് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ആൺകുട്ടികളിൽ തന്നെ ഞാൻ വേറെ വേർഷൻസിനെയും കണ്ടിട്ടുണ്ട് കേട്ടോ. വിചിത്രമായ പല രീതിയിൽ സംസാരിക്കുന്ന ആൺകുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ആൺകുട്ടികൾ ഉപയോഗിച്ച് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നെങ്കിൽ പെൺകുട്ടികളിലും യൂസ് ആൻഡ് ത്രോ എന്ന ആറ്റിറ്റ്യൂഡിൽ വരുന്ന പെൺകുട്ടികളും ഉണ്ട്. രണ്ട് കൂട്ടരെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണ്. ഈ രണ്ട് കൂട്ടരിലും കാണുന്ന ഡിഫറൻസിൽ ഞാൻ പറഞ്ഞില്ല, ഈ ആൺകുട്ടികൾ ചിലർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പെൺകുട്ടികൾ ചിലർ ചിന്തിക്കുന്ന ഒരു കാര്യം, സെക്സ് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാലും അത് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ അവൻ ഓക്കെ അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് മാഡം കുഴപ്പം? എനിക്ക് ആ കാര്യം മറക്കുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടായി തോന്നുന്നത്. അതൊരു മൊമെൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് പേരോട് ഞാൻ സംസാരിക്കുമ്പോൾ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്താണ് സെക്സ് കൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? ആൾക്ക് ഒരു സുഖം, സന്തോഷം, ആ ഒരു അവരുടെ പ്രണയത്തിൻ്റെ ഏറ്റവും ഒരു നല്ലൊരു മൊമെൻ്റായിട്ട് സെക്സിനെ കാണുമ്പോൾ മറ്റേ ആൾ ഇനി വേറൊരാളിലേക്കൊന്നും പോവണ്ട, ഈ ഒരു സെക്സ് കൊടുത്തത് കൊണ്ട് എന്നൊരു ലെവലിലാണ് പോയത്. നോക്കൂ, ഒരേ സിറ്റുവേഷനിൽ രണ്ടുപേരുടെ ചിന്താഗതി തന്നെ വ്യത്യസ്തമായിട്ടാണ്. ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൽ വേറൊരു കേസിലെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഞാൻ അത്രയും ക്ലീൻ ആൻഡ് പ്യുവറാണ്. വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഞാൻ സ്വന്തമാക്കാൻ പാടൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ആൺകുട്ടികളിലും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ എൻ്റെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെയാണ് ഞാൻ ചേർത്ത് പിടിക്കാനും അവളുമായിട്ട് ഒരു ഹഗ്ഗും കിസ്സും കൊടുത്താലും ഓക്കെ എന്ന് ചിന്തിക്കുന്ന തലമുറ ഇന്നും ഉണ്ട്. പലപ്പോഴും പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് കുട്ടികൾ വന്ന് പറയുന്നതാണ്. എനിക്കത് ആൺകുട്ടികൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ തോന്നിയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു വേർഷനാണ് ഞാൻ പണ്ട് എൻ്റെ ഒരു ക്ലാസ്സിൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് എൻ്റെ ഒപ്പം പഠിച്ചിട്ടുണ്ടായിരുന്ന, ഞാൻ കുറച്ചുകൂടി എൽഡർലി ആയ ശേഷം ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു, എന്നെക്കാൾ താഴെയുള്ളൊരു പയ്യനാണ്. അപ്പോൾ പുള്ളിയുടെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, കാരണം ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാറ്റർ പറയുന്നത്. അപ്പോൾ ആ ആൾ നന്നായി പഠിക്കുമായിരുന്നു, നന്നായി പഠിക്കണതായിരുന്നു. അവനൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ഭയങ്കരമായിട്ട് കൊണ്ടിരിക്കുമ്പോൾ റാങ്ക് കിട്ടേണ്ട ഒരുത്തനായിരുന്നു. ഈ പ്രണയത്തിലിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ഇവനിൽ നിന്ന് അവൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലവ് ലാംഗ്വേജസിൻ്റെ ചില ഭാഗങ്ങളിൽ ഹഗ്, കിസ്, അവർ തമ്മിൽ ഇന്നത്തെ കാലത്തൊക്കെ, ഇന്നും അല്ല മുമ്പും ഉണ്ട്, റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ബന്ധത്തിലേക്കും സെക്സ് പോകുന്നത് ഇതാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് സെക്സിനോട് താല്പര്യമുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭാര്യയായ ശേഷം മാത്രമേ അങ്ങനത്തെ കാര്യത്തിൽ പോകുള്ളൂ, അല്ലെങ്കിൽ അവളെ അങ്ങനെ ആവരുത്. അതായത് ഞാൻ അവളെ അങ്ങനെ ഒരു രീതിയിലല്ല കാണുന്നത്, അവളെ ഞാൻ അത്രയും ഇതാണ്, ഭയങ്കര അങ്ങനത്തെ ഒരു ഇമേജിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെ കുറേ പേരെ ഇപ്പോൾ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ഒന്ന് പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
പെൺകുട്ടിക്ക് അതല്ല ആവശ്യം. പെൺകുട്ടിക്ക് ആവശ്യം അവർക്ക് ഭയങ്കര ഫീലിങ്സ് ആണ്. അവർക്ക് സെക്സ് പ്രകടിപ്പിക്കണം. കാരണം അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയുമ്പോൾ, എടീ അവൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ പോയി, ഞങ്ങൾ തിയേറ്ററിൽ പോയി, മറ്റേതാണ് മറിച്ചതാണ്, അപ്പം ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി, ഈ കഥകളൊക്കെ കേട്ടിട്ട് അമ്മാതിരി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവനൊന്നും ഒന്നിനും കൊള്ളാത്തവനായി, ഇവന് പ്രണയം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. മറ്റുള്ള ആണുങ്ങളുടെ ഇടയിൽ, എടാ നീയൊക്കെ എന്തിന് കൊള്ളാടാ, ഒരു നല്ല ഒരെണ്ണത്തിനെ കിട്ടിയിട്ട് നിനക്കൊക്കെ എന്താണ്, നിനക്കൊക്കെ ഒന്ന് നോക്കായിരുന്നില്ലേ, ഇമ്മാതിരി ഫ്രണ്ട്സും പറഞ്ഞിട്ട്. പക്ഷെ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് എങ്ങനെയല്ല, അവൾ എൻ്റെ സ്വന്തമാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി ഈ പയ്യനെ നിരസിക്കുകയാണ്. എനിക്ക് നീയുമായിട്ട് പറ്റില്ല, കാരണം എൻ്റെ കുറേ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ട് നിനക്ക് ആവാൻ പറ്റുന്നില്ല, നീ നീ എനിക്ക് ഓക്കെ ആവുന്നില്ല, കാരണം എനിക്കൊരു മാൻലി ഫീലിലേക്ക് തോന്നുന്നില്ല നിന്നെ, നീ ഭയങ്കര എന്താ പറയുക, എന്തോ തണുത്ത വെള്ളം അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞു, അതുമാതിരിയാണ് തോന്നണമെന്നൊക്കെ. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടോ. കാരണം അത്രയും പ്യുവറായിട്ട് അവൻ ആ ബന്ധം കണ്ടുകൊണ്ടിരുന്നത്. അവിടെയാണ് ഈ പെൺകുട്ടി വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡയലോഗ് വന്ന് പറഞ്ഞത്. അതോടുകൂടി കംപ്ലീറ്റ് പോയി. ഈ പയ്യൻ പരീക്ഷയ്ക്ക് എഴുതാതെ റാങ്ക് കിട്ടേണ്ടണ്ടായിരുന്നു, അവൻ ആ കോഴ്സ് അവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യത്തിലേക്ക് പഠിക്കേണ്ട ഒരു കാര്യത്തിന് വന്നപ്പോഴാണ് ഇവനെ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോവാട്ടോ. മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും അനുഭവങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ആണോ പെണ്ണെന്നൊന്നും ഇല്ല ഇതിൽ, ഓരോരുത്തരും മനസ്ഥിതിയുടെ ഓരോ രീതികളാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇനി കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. എന്താ വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മര്യാദയ്ക്കൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഭർത്താവിന് തോന്നുന്ന ആ സമയത്ത് ഭാര്യ വന്ന് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കണം, അപ്പോൾ അവൻ്റെ ഫീലിങ്സിന് അവൻ ഓക്കെയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതും ഉണ്ടാക്കുന്ന കുറേ ഫ്രസ്ട്രേഷൻസും പ്രശ്നങ്ങളും ഒക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് തരത്തിൽ ഇപ്പോഴത്തെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മനസ്ഥിതികളിലാണ് പറയുന്നത്. ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇതേമാതിരി തന്നെയാണ് ഞാൻ കുട്ടികളുടെ ബോർഡിൽ മെമ്പറായിരുന്ന സമയത്ത് ജൂനൽ ജസ്റ്റിസിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കേസിൽ എന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യന് 1-2 സ്ഥലത്ത് കേസ് വന്നത് എന്താണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി പറയുകയാണ്, നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കും, എന്നാലേ ശരിയുള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു അത് വേണ്ട അത് ശരിയല്ല, നിനക്ക് എന്താ അത് പറ്റാത്തത്, നിനക്ക് എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ, നീ അതുകൊണ്ടാണോ വേണ്ടെന്ന് വെക്കണം, ഇമ്മാതിരി പറഞ്ഞിട്ട് അങ്ങനത്തെ കുരുക്കിൽ ചെന്ന് ചാടുന്ന പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ചിന്തിക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ രണ്ട് കൂട്ടരുടെയും ഈ സെക്സ് എന്ന് പറയുന്നതിനുള്ള ചിന്താഗതികൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഇമോഷണലി ബ്ലാക്ക് മെയിലാണ് പെണ്ണെന്നില്ല, രണ്ട് കൂട്ടരും ചെയ്യുന്നുണ്ട്, ഒട്ടും മോശമല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഇഷ്ടവും പ്രണയവും എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഏത് രീതിയിലാണ് അതിനൊരു ബിസിനസ് ആക്കാൻ വേണ്ടി കാണുന്ന ആൾക്കാരുണ്ട്. പല ട്രാപ്പുകളും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കേസസ് ഉണ്ട്. ഇനി ഞാൻ വേറൊരു കേസസിൽ പറഞ്ഞു, ഇങ്ങനെ സെക്സ് നിർബന്ധിച്ച് പോകുമ്പോൾ പെൺകുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൽ പോലും എനിക്ക് ഇങ്ങനെയാണ് ഇന്നതാണ് അങ്ങനെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും ഒരാളെ ഹാപ്പിയാക്കാനോ അല്ലെങ്കിൽ അവന് സങ്കടമായാലോ അവന് ഓക്കെ ആയില്ലെങ്കിലോ അവന് വിഷമമായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പേര് കൊടുക്കുന്നവരുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ദുഃഖവും പ്രശ്നവും ഗിൽട്ടി ഫീലുമായിട്ട് നടക്കുന്നവരുണ്ട്. എന്നാൽ യാതൊരു പ്രശ്നവുമില്ല, ഇന്ന് പോയാൽ അടുത്തത് വേറൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ വിചിത്രമായ ഫീലിംഗാണ് തോന്നുന്നത്. ഒന്നിനോടും ഒരു ചിലപ്പോൾ അങ്ങേ അറ്റത്താണെങ്കിൽ ചിലപ്പോൾ ഇങ്ങേ അറ്റത്ത്, രണ്ടും അല്ലാത്തൊരവസ്ഥയിലാണ് പോകണം. ഇമോഷണൽ ലെവലിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ഭയങ്കര വീക്കാണ്, ഭയങ്കര സെൻസിറ്റീവായിട്ട് തോന്നാറുണ്ട് നമുക്ക് പല കേസസും എടുത്ത് നോക്കുമ്പോൾ. അത് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. പല കേസസ് എടുത്ത് ഇതിൽ ഒരാളെയും ഉദ്ദേശിക്കുന്നോ അവരുടെ പേരോ പുറത്തു വരാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക് യു.